കൂട്ടുകാരെ, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4ാമത്തെ സെമ്മിലെ സാഹിത്യ മാതൃകകൾ, മലയാള സാഹിത്യ മാതൃകകൾ എന്ന പുസ്തകത്തിലെ 4ാമത്തെ ബ്ലോക്കിലെ 1ാമത്തെ യൂണിറ്റ് എന്നെ പാണൻ എന്ന് വിളിക്കരുത്. എതിര് എം കുഞ്ഞാമൻ അവരുടെ ജീവിത അനുഭവ സാഹിത്യമാണ് നമ്മളീ പറയുന്നത്. അപ്പോൾ എം കുഞ്ഞാമൻ എന്ന് പറയുന്ന ആ കഥ എഴുത്തുകാരൻ്റെ ആത്മകഥ പോലെയുള്ള കഥയാണ് എതിര് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവ കഥയാണ്. ഒരാൾ തൻ്റെ ഭൂതകാലത്തിലേക്ക് വസ്തുപരമായും യുക്തിപരമായും നടത്തുന്ന യാത്രകളുടെ ആഖ്യാനമാണ് ആത്മകഥ. അനുഭവങ്ങളാണ് അതിൽ പ്രധാനം. അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹ്യ നിരീക്ഷകനുമായ എം കുഞ്ഞാമൻ്റെ ഓർമ്മക്കുറിപ്പുകൾ മലയാളിയോട് സമ്പാദിക്കുന്നതിൻ്റെ പശ്ചാത്തലവും വ്യത്യസ്തമല്ല. ദീർഘമായ സംവാദങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞ ചിന്തകളെയും അഭിപ്രായങ്ങളെയും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളോട് ചേർത്ത് ഇതിൽ അവതരിപ്പിക്കുന്നു. ഡോക്ടർ എം കുഞ്ഞാമൻ്റെ അതിജീവനക്കുറിപ്പുകൾ താൻ നേരിട്ട ഭീകരമായ പ്രതികൂല സാഹചര്യങ്ങളോട് നിരന്തരം പൊരുതി ഉയർന്നു വന്നതിൻ്റെയും അതോടനുബന്ധം നടത്തിക്കൊണ്ടിരുന്ന സ്വതന്ത്രമായ ബൗദ്ധിക അന്വേഷണങ്ങളുടെയും ഒരു ക്രോഡീകരണമാണ് ഈ അതിജീവനക്കുറിപ്പുകൾ. തീക്ഷ്ണമായ ജീവിത പീഡാനുഭവങ്ങളെ തികഞ്ഞ സത്യസന്ധതയോടെ ആവിഷ്കരിക്കുകയാണ് സാധാരണക്കാർക്ക് കഴിയാത്ത രീതിയിലുള്ള സാമൂഹിക പ്രതിബദ്ധതയാണ് ഇവിടെ ദൃശ്യമാക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ആത്മകഥകളും അനുഭവ ആഖ്യാനങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായാണ് അവർ എഴുതി തുടങ്ങിയത്. ദളിത് സാഹിത്യത്തിലെ ആത്മകഥകൾക്കും അനുഭവാഖ്യാനങ്ങൾക്കും സവിശേഷമായ സ്ഥാനമുണ്ട്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട കൃതിയാണ് എം കുഞ്ഞാമൻ്റെ എതിര്. എം കുഞ്ഞാമൻ ജീവിച്ച കാലഘട്ടത്തെയും അദ്ദേഹത്തിൻ്റെ ജാതി സ്വാതന്ത്ര്യത്തിനുള്ളിലെ തിക്ത അനുഭവങ്ങളെയും പൊരുതി നേടിയ ജീവിതത്തിൻ്റെയും എതിരിൽ സംഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ തുടങ്ങുന്നത് ഇവിടെയാണ്. പാലക്കാട് ജില്ലയിലെ വാടനാംകുറിശ്ശിയിൽ 1949 ഡിസംബർ 3 എം കുഞ്ഞാമൻ ജനിച്ചു. മണ്ണിയമ്പത്തൂർ അയ്യപ്പനാണ് പിതാവ്, ചെറോണയാണ് മാതാവ്. വാടനാംകുറിശ്ശി LP സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി പ്രീ ഡിഗ്രി മുതൽ MA വരെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ച് 1974 കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ 1ാം റാങ്കോടെ MA പാസ്സായി. രാഷ്ട്രപതിയായിരുന്ന KR നാരായണന് ശേഷം 1ാം റാങ്ക് ലഭിച്ച ആദ്യ ദളിത് വിദ്യാർത്ഥിയായിരുന്നു എം കുഞ്ഞാമൻ. തുടർന്ന് തിരുവനന്തപുരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ നിന്ന് ഡോക്ടർ KN രാജൻ്റെ മാർഗനിർദ്ദേശത്തിൽ ഗവേഷണം പൂർത്തിയാക്കി. ഇന്ത്യയിലെ സംസ്ഥാനതല ആസൂത്രണത്തെക്കുറിച്ച് കുസാറ്റിൽ നിന്ന് PhD നേടി. 1979 കേരള സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ ലെക്ചറുമായി. 2006 വരെ 27 വർഷം കാര്യവട്ടം ക്യാമ്പസിൻ്റെ അധ്യാപകനുമായി. ഇതിനിടെ 1.5 വർഷത്തോളം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗമായും സേവനമനുഷ്ഠിച്ചു. പ്രൊഫസറായിരിക്കെ കേരള സർവകലാശാലയിൽ നിന്ന് രാജിവെച്ച് 2006 മഹാരാഷ്ട്രയിലെ തുൾജാപൂരിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പ്രൊഫസറായി ചേർന്നു. റിട്ടയർമെൻറ്റിന് ശേഷവും 4 വർഷം കൂടി അവിടെ അദ്ദേഹം തുടരുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കോണമി, സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ, ഗ്ലോബലൈസേഷൻ, എ സബൽട്ട്മാൻ, ദ സബൽട്ടൻ പെർസ്പെക്റ്റീവ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്, കേരളത്തിലെ വികസന പ്രതിസന്ധി. ഇത്രയും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇനി നമുക്ക് എന്താണ് കുഞ്ഞാമൻ, എന്തൊക്കെയാണ് അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, അദ്ദേഹം ഈ നിലയിലെത്താൻ പിന്നിൽ നടത്തിയ പോരാട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ എം കുഞ്ഞാമൻ്റെ അതിജീവനക്കുറിപ്പുകളാണ് എതിര് എന്ന പുസ്തകത്തിലെ കേന്ദ്ര പ്രമേയം. ജാതീയതയും ഉച്ചനീചത്വവും കോടികുത്തി വാണിരുന്ന കാലഘട്ടത്തോട് വ്യവസ്ഥിതിയോട് നിരന്തരം പൊരുതി നേടിയ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എതിര് എന്ന കൃതിയിൽ അദ്ദേഹം വീണ്ടെടുക്കുന്നു. പരാജയപ്പെട്ട വ്യവസ്ഥിതിയിൽ നിസ്സഹായരാകപ്പെട്ട മനുഷ്യർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം പകർന്നു നൽകുന്ന കൃതിയാണ് എതിര്. എതിരിൻ്റെ ആദ്യത്തെ അധ്യായമാണ് എന്നെ പാണൻ എന്ന് വിളിക്കരുത്. ഇരുട്ട് നിറഞ്ഞ കാലത്ത് പേടി മാത്രം നൽകിയിരുന്ന ജാതി സമുദായത്തിനുള്ളിൽ ജീവിച്ച തൻ്റെ ബാല്യകാല ഓർമ്മകളെയും കുഞ്ഞാമൻ ഈ അധ്യായത്തിൽ സംഗ്രഹിക്കുന്നു. എച്ചിലെടുത്തും തിന്നും ജീവിക്കേണ്ടി വന്ന ജീവിതത്തിനുള്ളിൽ നിന്ന് പോരാടി നേടിയ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. എന്നെ പാണനെന്ന് വിളിക്കരുത്. ഭയം പുറകിലൂടെ വന്നപ്പോൾ ചണ്ടാളൻ, സർവകലാശാലയുടെ ജാതിയില്ലാത്ത ക്ലാസ് റൂം, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുറംപോക്കിൽ കുടിൽ കെട്ടി ജീവിക്കുന്ന ചാത്തനാണ് ഞാൻ.
ദലിതന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ അയാൾ മുട്ടയായി പുനർജനിക്കേണ്ടി വരും. തുൾജാപൂരിൽ ഓപ്പൺ അല്ലാത്ത ശത്രു വരുന്നു. ദലിത് മുതലാളിത്തം, സംവരണം സൃഷ്ടിച്ച വാരണീയത, LDFനെ പരാജയപ്പെടുത്തി ബ്യൂറോക്രാറ്റിക് ഗൂഢാലോചന, അട്ടിമറിക്കപ്പെട്ട ഭൂപരിഷ്കരണം. ഇപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളാണ് ദളിതരുടെ പ്രശ്നം. വേണ്ട പാർട്ടിയും വികസനവും. പിക്കേറിയേറ്റ് എന്ന മൂന്നാം വർഗം മാർക്സിസത്തിന് തിരിച്ചുവരവില്ല എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ ജീവിതക്കുറിപ്പുകൾ കടന്നു പോകുന്നു. തൻ്റെ സമൂഹം തനിക്ക് തന്ന ദാരിദ്ര്യം, ഭയം, അപകർഷതാബോധം, ആത്മവിശ്വാസമില്ലായ്മ, ധൈര്യമില്ലായ്മ എന്നിവയാണെന്ന് കുഞ്ഞാമൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അനുഭവിച്ചത് തൻ്റെ സമൂഹം തനിക്ക് തന്നത് ദാരിദ്ര്യമാണ്, ഭയമാണ്, അപകർഷതാബോധമാണ്, ആത്മവിശ്വാസമില്ലായ്മയാണ്, ധൈര്യമില്ലായ്മ എന്നിവയാണെന്ന് കുഞ്ഞാമൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നെ പ്രാണനെന്ന് വിളിക്കരുതെന്ന ഭാഗത്ത് ദരിദ്രന് അഭിമാനമില്ലെന്നുള്ള വേദനാജനകമായ സത്യം കുഞ്ഞാമൻ തുറന്നെഴുതുകയാണ്. ഭയമെന്നുള്ള ഭാഗത്ത് താൻ ഉൾപ്പെടുന്ന അധംകൃത സമൂഹം പൈതൃകമായി തന്നിട്ടുള്ള ഭയത്തിൽ നിന്നും, അപകർഷതാബോധത്തിൽ നിന്നും, ധൈര്യമില്ലായ്മയിൽ നിന്നും താൻ ഇനിയും മുക്തനായിട്ടില്ല എന്ന് കുഞ്ഞാമൻ തുറന്നു സമ്മതിക്കുകയാണ്. കാരണമൊന്നുമില്ലാതെ അപമാനം ഏറ്റുവാങ്ങാനുള്ള ചോരയും നീരും വറ്റിപ്പോയ ഉണക്ക ശരീരങ്ങളായിരുന്നു അന്ന് ഞങ്ങൾ. സാമ്പത്തിക അശ്രദ്ധത്തിൽ നിന്ന് ഭയം രൂപപ്പെടുന്നു. ഭക്ഷണത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അത് മറ്റു പല തരത്തിലുള്ള ആശ്രിതത്വങ്ങളായിരിക്കുന്നു. അപ്പോൾ ചുറ്റുപാടുകളെല്ലാം പേടിക്കാൻ തുടങ്ങുന്നു. സ്വന്തം നിഴൽ തൻ്റേതല്ല എന്നൊരു അജ്ഞാത ബോധം കൂടി ഉണ്ടാകും. പുറകിലൂടെ വന്ന ചണ്ടാളൻ എന്ന ഭാഗത്ത് ആദർശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തനിക്കുള്ള കാഴ്ചപ്പാടുകൾ കുഞ്ഞാമൻ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എ റോങ് ഐഡിയ ഈസ് നോട്ട് എ ബാഡ് ഐഡിയ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരു മണ്ടൻ ആശയവുമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാലും അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിക്കുമെന്ന്. ഇന്നത്തെ മണ്ടൻ ആശയം നാളെ വിമർശിക്കപ്പെടും, മറ്റന്നാൾ അംഗീകരിക്കപ്പെടും എന്നതാണ് സത്യം. നാലാം ഭാഗത്ത് സർവകലാശാലയിലെ ജാതിയെക്കുറിച്ചുള്ള അഭിപ്രായം കുറിക്കുന്നു. സർവകലാശാലയിലെ മാടമ്പിത്തരത്തിനെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നു. പിന്നേക്ക വിഭാഗം സവർണർക്ക് എതിരാണ്, പക്ഷേ അവർ ജാതി വ്യവസ്ഥയ്ക്ക് എതിരല്ല. അവർ ജാതി വ്യവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ്. അവർ സമ്പന്നരായി, രാഷ്ട്രീയത്തിൽ സ്വാധീന ശക്തിയുള്ളവരായി. അവർക്ക് വ്യവസ്ഥിതി നിലനിർത്തലാണ് ആവശ്യം, മാറ്റമല്ല. എന്നാൽ ദളിതർ ജാതി വ്യവസ്ഥയ്ക്ക് എതിരാണ്. വ്യവസ്ഥിതിയെ മാറ്റിമറിക്കലാണ് ദളിതരുടെ ആവശ്യം. താൻ മാർക്സിസ്റ്റ് ശാസ്ത്രവും ആശയ സംഹിതകളും അംഗീകരിക്കുന്നയാളാണെന്നും എന്നാൽ ഇടതുപക്ഷക്കാരിൽ നിന്നും മാർക്സിസ്റ്റുകാരിൽ നിന്നുമാണ് ഏറെയും പ്രതിബന്ധതകൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. ജാതിയില്ലാത്ത ഒരു ക്ലാസ് റൂമായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ചത്. ഓരോ ക്ലാസ് റൂമും അദ്ദേഹത്തിന് ഓരോ അനുഭവമായിരുന്നു. അധികാരികളെ ആദരിക്കുന്നവരോ വ്യവസ്ഥിതിയോട് വിധേയത്വമുള്ളവരെയോ ഭയമുള്ളവരെയോ ആകരുതെന്ന് നല്ല അധ്യാപകർ എന്ന കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ക്ലാസ് മുറിയിൽ വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ആളല്ലായിരുന്നു കുഞ്ഞാമൻ. ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അധികാരം പിടിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലമല്ല സർവകലാശാല എന്നും അധികാരത്തെ എതിർക്കാൻ പഠിക്കുന്ന സ്ഥലമാണ് എന്നും അദ്ദേഹം കരുതുന്നു. എത്ര നല്ല ആശയം അല്ലേ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 4 സാമൂഹ്യ വിഭാഗങ്ങളാണ് 68% കോളേജുകളും നിയന്ത്രിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവർ, നായർ. സർക്കാരാകട്ടെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയും. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുറംപോക്കിൽ കുടിൽ കെട്ടി ജീവിക്കുന്ന ഒരു ചാത്തനാണ് ഞാൻ. എന്നെ പോലെയുള്ളവർ അവിടെ എന്നും ചാത്തനും പുലയനുമാണ്. ഇവിടെ ഞങ്ങൾക്ക് മുഖ്യധാരയിൽ നിൽക്കാൻ പറ്റില്ല. ലളിതന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ അയാൾ മുട്ടയായി പുനർജനിക്കേണ്ടി വരുമെന്ന് കുഞ്ഞാമൻ കുറിക്കുകയാണ് എതിരെന്ന കൃതിയിൽ കൂടി. തുൾജാപൂരിൽ ക്യാമ്പസ് മേധാവിയായിരുന്ന സമയത്തെ അനുഭവങ്ങളും കുഞ്ഞാമൻ പങ്കുവയ്ക്കുന്നുണ്ട്. ആഗ്രഹമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി. പണ്ടുണ്ടായിരുന്ന സംസംഗത ഇന്നത്തെ തലമുറയ്ക്കില്ല. അവർക്ക് ഫോണുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെ അവരെ ജനാധിപത്യവൽക്കരിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അംബേദ്കറുടെ ചിന്താഗതികൾ വിലയിരുത്തുകയാണ് ഓപ്പൺ അല്ലാത്ത ശത്രു എന്ന ഭാഗത്ത്. അംബേദ്കറുടെ ക്യാൻവാസ് വിപുലമാണ്. അത് അടിച്ചമർത്തപ്പെടുന്ന അധംകൃതന്റെ മോചനത്തിനുള്ളതായിരുന്നു. അതേസമയം മാർക്സിസത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്.
മാർക്സിസം ഒരിക്കലും വിമോചന ശാസ്ത്രമല്ല. അത് മുതലാളിത്തത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിശകലനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു വിമോചന ശാസ്ത്രമായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് മാർക്സിസത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ദളിത് മുതലാളിത്തം വരേണ്ടതിൻ്റെ ആവശ്യകതയാണ് കുഞ്ഞാമൻ പറയുന്നത്. സമ്പത്ത് നിയന്ത്രിക്കുന്നവരാണ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. ദളിതന് സമ്പത്തിനല്ല, രാഷ്ട്രീയത്തിൽ സ്വാധീനവുമില്ല. സമ്പത്ത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ജാതി ഇല്ലാതാകും. ദളിതൻ അടിച്ചമർത്തപ്പെടേണ്ടി വരുന്നത് സമ്പത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് കൊണ്ടായിരുന്നു. ദളിത് മുതലാളിമാർക്ക് യാതൊരു വിവേചനവുമില്ല. ദളിതരിൽ നിന്നും ആദിവാസികളിൽ നിന്നും സമ്പന്നരുണ്ടാകുക, മുതലാളിമാർ ഉണ്ടാകുക എന്നതാണ് സ്വാഭാവികമായും വരേണ്ടത് എന്ന് കുഞ്ഞാമൻ എടുത്തു പറയുന്നു. സാമൂഹ്യ നീതിയുടെ ഭാഗമായാണ് സംവരണം എന്ന ആശയം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത്. സാമൂഹ്യ നീതിയുടെ ഭാഗമായി. അപ്പം സംവരണത്തിലൂടെ തൊഴിലും വിദ്യാഭ്യാസവും കിട്ടിയത് കുറേ വ്യക്തികൾക്ക് മാത്രമാണ്. ദളിത് ആദിവാസികൾ അവിടെയും പിന്തള്ളപ്പെട്ടു എന്നും കുഞ്ഞമ്മൻ അഭിപ്രായപ്പെടുന്നു. എത്ര ശരിയാണ്. എന്നാൽ ഇന്ന് അതിന് കുറേശ്ശെ മാറ്റം വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം ആശ്വസിക്കുകയും ചെയ്യുന്നു. വികസനത്തെ അനുകൂലിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചതിനെ കുറിച്ച് തുടർന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ആദിവാസി പ്രശ്നം, ദളിത് പ്രശ്നം ഇവ ഇന്ന് വ്യത്യസ്തമാണ്. കുഞ്ഞമ്മൻ പറയുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെയും മതങ്ങളുടെയും സമീപനത്തെക്കുറിച്ച് കുഞ്ഞമ്മൻ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. നേതൃത്വത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക, മതത്തിനകത്ത് നടക്കുന്ന ചോദ്യം ചെയ്യലുകൾ കൂടി രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നടക്കുന്നില്ല. ഇവയെല്ലാം ചില ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ്. എല്ലാ വ്യക്തികൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു വ്യവസ്ഥിതിയാണ് കുഞ്ഞമ്മൻ ലക്ഷ്യം വയ്ക്കുന്നത്. ആഗോളവൽക്കരണവും അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ലിബറൽ നയങ്ങളും ഇന്ത്യയിൽ ദളിത് സമൂഹത്തിന് ഗുണകരമായി തീരുകയായിരുന്നു എന്ന കുഞ്ഞാമൻ്റെ നിരീക്ഷണവും ശ്രദ്ധേയമാണ്. കുഞ്ഞാമൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു സംഭവത്തെക്കുറിച്ചാണ് എന്നെ പാണനെന്ന് വിളിക്കരുതെന്ന ഭാഗത്തിൽ പറയുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം. എന്നെ പാണനെന്ന് വിളിക്കരുത്. എം കുഞ്ഞാമൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ ഒരു സന്ദർഭത്തെക്കുറിച്ച് വാചകമാണ് 1-ാം അധ്യായത്തിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. തന്നെ ജാതിപ്പേരിലൂടെ മാത്രം സമ്പാദന ചെയ്ത സ്കൂളിലെ പ്രമാണിയായ അധ്യാപകനോട് സാർ എന്നെ ജാതിപ്പേര് വിളിക്കരുത് എന്ന് കുഞ്ഞാമൻ പറയുന്ന മറുപടിയിൽ നിന്നാണ് ഈ അധ്യായത്തിന് എന്നെ പാണനെന്ന് വിളിക്കരുതെന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ജാതിയുടെ അതിരുകളിലൂടെയും മുറിവുകളിലൂടെയും നിർമ്മിതമായ തൻ്റെ ബാല്യകാല ഓർമ്മകളെ വീണ്ടെടുക്കുകയാണ് ഈ അധ്യായത്തിൽ എം കുഞ്ഞാമൻ. ഇരുട്ട് നിറഞ്ഞതായിരുന്നു കാലം, പേടി മാത്രം നൽകിയിരുന്ന സമുദായം എന്ന വാചകത്തോടെയാണ് എന്നെ പാണനെന്ന് വിളിക്കരുതെന്ന 1-ാം അധ്യായം ആരംഭിക്കുന്നത്. അയ്യപ്പൻ്റെയും ചെറോണയുടെയും മകനായി എം കുഞ്ഞാമൻ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും നിരക്ഷരരായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയുമില്ലാത്ത സാധുക്കളായിരുന്നു. എച്ചിലെ എടുത്തും അത് തിന്നുമാണ് ജീവിതം. അച്ഛൻ കന്നുപൂട്ടാൻ പോകും. കടുത്ത ദാരിദ്ര്യവും അടിച്ചമർത്തപ്പെട്ട ജാതിയും ഒന്നും മറ്റൊന്നിനെ ഊട്ടി വളർത്തിയെന്ന് കുഞ്ഞാമൻ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതുപോലെ പട്ടാമ്പിക്കടുത്തുള്ള വടനകൃഷിയിലാണ് ജനിച്ചതെന്ന് നമുക്കറിയാം. കുഞ്ഞാമൻ ജനിച്ചത് വീടെന്നല്ല, ചാള എന്നാണ് അദ്ദേഹം തൻ്റെ ജന്മഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. ജാതിയിൽ താഴ്ന്നവർക്ക് കേരളത്തിൽ വീടുണ്ടായിരുന്നില്ല. ചാളകൾ, കുടികൾ, മാടങ്ങൾ എന്നിങ്ങനെയാണ് അവരുടെ വീടെന്ന് പോലും പറയാൻ അവർക്ക് അവകാശമില്ല. കീഴാളന്മാരുടെ വാസസ്ഥലങ്ങളെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞാമൻ എഴുതുന്ന, ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും. ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരികയും. ഒരു വിളക്കുണ്ട്, അടുക്കളയിൽ വേണം, എവിടെയെല്ലാം വേണം. പാവം അമ്മ. ഇരുട്ട് നിറഞ്ഞ കാലം എന്ന പ്രയോഗത്തിനു പിന്നാലെ യുക്തിയെ തൻ്റെ അനുഭവത്തിലൂടെ തുറന്നു കാട്ടുകയാണ് കുഞ്ഞാമൻ. ഇരുട്ടിൽ മാത്രം ജീവിക്കാൻ നിർബന്ധിതരായ കീഴാള ജീവിതങ്ങളുടെ അവസ്ഥയെ മണ്ണെണ്ണ വിളക്കിനോട് ചേർത്ത് നിർത്തി വ്യാഖ്യാനിക്കുകയാണ് കുഞ്ഞാമൻ. അക്ഷരം കുഞ്ഞാമനെ സംബന്ധിച്ച് വെളിച്ചമാണ്. അക്ഷരത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന വെളിച്ചം അദ്ദേഹത്തിൻ്റെ ജാതി സമുദായത്തിൻ്റെ അവസ്ഥയെ അദ്ദേഹം പറയുന്നു. അമ്മ വെളിച്ചത്തെ അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നത്, പുസ്തകത്തിൽ നിന്ന് വെളിച്ചം അടുക്കളയിലെത്തുന്നതോടെ വിശപ്പാണ് തൻ്റെ തലമുറ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നമെന്ന് കുഞ്ഞാമൻ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ വിശപ്പിനെ കുറിച്ച് പറയുകയാണ്. വയറുകാളൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ വിശക്കുന്ന ഒരവസ്ഥയാണ് ഈ വയറ് കാളൻ എന്ന് പറയുന്നത്. ജന്മിയുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല അവർ. മുറ്റത്ത് പോലും അല്ല, തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. എത്ര കഷ്ടം. 14 വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നത്. ഇന്നാണെങ്കിലോ ജന്മിയുടെ അവസ്ഥ അവൻ്റെ വിധിയായിരിക്കും അല്ലേ.
മണ്ണിൽ കുഴി കുഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു. അവിടെ ഭയങ്കരനായ ഒരു പട്ടി ഉണ്ടായിരുന്നു. എന്നോടൊപ്പം അവനോട് ചെന്ന് കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. വീട്ടുകാരെത്ര ദുഷ്ടർ. കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു മാറ്റി. ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അത്. രണ്ട് പട്ടികളുമായുള്ള ബന്ധമായിരുന്നു. രണ്ട് പട്ടികൾ കഞ്ഞിക്ക് വേണ്ടി മത്സരിക്കുന്നു. പട്ടി കടിച്ച് മുറിവിൽ നിന്നും ചോര വന്നപ്പോൾ ദേഷ്യമല്ല തോന്നിയത്, എൻ്റെ അവസ്ഥയിലുണ്ടായിരുന്ന മറ്റൊരു ജീവി എന്ന അനുതാപം മാത്രം എന്ന് വിശപ്പിനെ കുറിച്ച് എം കുഞ്ഞാമൻ പറയുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടും പറയുകയാണല്ലോ, വിശപ്പ് ലജ്ജയില്ല, അത് വിശപ്പാണ് ഈ ലോകത്ത് അഭിമാനത്തെക്കാൾ വലുതെന്ന്. എന്ന് പറയും പോലെ കുഞ്ഞാമനും പറയുകയാണ്, മനുഷ്യനും നായയും തമ്മിൽ വ്യത്യാസം കൽപ്പിക്കാത്ത വിധം ജാതി ചിന്തയാൽ അതം പതിച്ചൊരു കാലത്തിൻ്റെ മുഖം കുഞ്ഞാമൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായ സ്വാതന്ത്ര്യമില്ലായ്മ മനുഷ്യരെ നിസ്സഹായരും അടിമകളുമാക്കി മാറ്റും. ജാതീയമായി കീഴാളർക്ക് വേണ്ടി നിർമ്മിച്ച അടിമ ജീവിതത്തിനുള്ള നായ്ക്കും തനിക്കും ഒരു പദവിയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കുഞ്ഞാമൻ രേഖപ്പെടുത്തുന്നു. വിശക്കുന്ന രണ്ട് ജീവികൾ തമ്മിലുള്ള പോരാട്ടമായി അദ്ദേഹത്തിന് നായയുടെ ആക്രമണത്തെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ബാല്യത്തിൽ കുഞ്ഞാമൻ നേരിട്ടുന്ന പ്രധാന പ്രശ്നം വിശപ്പായിരുന്നു. ഈ പാഠം നമുക്ക് എത്രയോ ചിന്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ ജാതിയും വിശപ്പും തമ്മിലൊരു ബന്ധം എന്താണെന്ന് നോക്കാം. ഞങ്ങളുടെ സമുദായത്തിൻ്റെ ജോലി ഓലക്കുട ഉണ്ടാക്കലായിരുന്നു. ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യയോ അടിയന്തരമോ ഉണ്ടാകുമ്പോൾ വാഴയില മുറിച്ച് കൊടുക്കുന്നത് ഞങ്ങളാണ്. സദ്യ കഴിഞ്ഞ് എച്ചിലും ഞങ്ങൾ എടുക്കുക. ഞാനൊക്കെ എച്ചിൽ വലിയ ആർത്തിയോടെയാണ് എടുക്കുക, കളയാനല്ല, കഴിക്കാൻ. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചില സഹപാഠികളുടെ വീട്ടിൽ സദ്യയുണ്ടാകും. അവർ കാണുക എച്ചിലിനായി മത്സരിക്കുന്നതും അതും ആർത്തിയോടെ കഴിക്കുന്നതും അതിനൊരു അപകർഷാബോധം ഉണ്ടാക്കിയിരുന്നു. എങ്കിലും എല്ലാ ലജ്ജകളെയും ശമിപ്പിക്കുന്നതായിരുന്നു വിശപ്പിൻ്റെ കാളൽ. ആത്മാഭിമാനമല്ല, എന്തിനേയും ആ വേവൽ വെണ്ണീറാക്കുമായിരുന്നു എന്ന് കുഞ്ഞാമൻ എഴുതുന്നു. വിശപ്പിൻ്റെ വിളിക്ക് മുന്നിൽ അഭിമാനത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഉയർന്ന ജാതിക്കാർ തങ്ങളെ മർദ്ദിക്കുന്നത് എന്തിനെന്നോ അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി തരുന്നത് എന്തിനെന്നോ ചിന്തിക്കാനുള്ള ശേഷി അന്ന് തനിക്കുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. വിശപ്പിൻ്റെ അടിസ്ഥാന കാരണം വിഭവങ്ങളുടെ അഭാവമായിരുന്നു. വിഭവങ്ങളുടെ അഭാവത്തിന് കാരണം ജാതിയും. പാണനായി ജനിച്ചത് കൊണ്ടാണ് തനിക്ക് വിശപ്പ് ഒരു പ്രശ്നമായി മാറുന്നത്. തൻ്റെ ജാതിയായിരുന്നു താൻ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ മൂല കാരണമെന്ന് കുഞ്ഞാമൻ ഓർക്കുന്നു. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം പ്രതീക്ഷിച്ച് മാത്രമാണ് അദ്ദേഹം പഠിക്കാനായി സ്കൂളിൽ ചേർന്നതെന്ന് പറയുന്നുണ്ട്. പുസ്തകവും സ്ലേറ്റും ഷർട്ടും ഇല്ലാത്ത ഞാൻ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനല്ല. ഒരു മണിവരെ ഇരുന്നാൽ ചില ദിവസങ്ങളിൽ ഉച്ചക്കഞ്ഞി കിട്ടും. അത് കുടിക്കാനായിരുന്നു പോയിരുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഒരു പിഞ്ഞാണം മാത്രമാണ് കയ്യിലുണ്ടാവുക. അന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഉച്ചക്കഞ്ഞിയില്ല. നാട്ടിൽ ആരെങ്കിലും വിശേഷ അവസരങ്ങളിൽ സ്കൂളിൽ കഞ്ഞി വിതരണം ചെയ്യും. ഞങ്ങൾ അതും കാത്തിരിക്കും. കഞ്ഞിയില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഏട്ടൻ മാങ്ങ അരിഞ്ഞു കൊണ്ടുവരും. അത് തിന്ന് പച്ചവെള്ളവും കുടിച്ച് ക്ലാസ്സിൽ പോയിരിക്കും. LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അന്ന് സർക്കാർ വക ഉപ്പുമാവുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ലക്ഷ്മി ഏട്ടത്തിയാണ്. അവർ ഒരു കടലാസ് കഷ്ണത്തിൽ ഉപ്പുമാവ് പൊതിഞ്ഞ് ഇറയത്ത് എനിക്കായി ഒളിച്ചു വയ്ക്കും. ഞാനത് എടുത്തുകൊണ്ടുപോയി മൂത്രപ്പുരയിലിരുന്ന് കഴിക്കും. കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഞാൻ ഉപ്പുമാവ് കഴിക്കുന്ന ആരെങ്കിലും കണ്ടാൽ ലക്ഷ്മി ഏട്ടത്തിയുടെ പണി പോകും. വാടനംകുറിശ്ശിയിലെ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ലക്ഷ്മി ഏട്ടത്തിയാണ്. ആ സ്കൂളോ അവിടുത്തെ ആരെയുമല്ല. അവർ ഉപ്പുമാവ് തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയുമായിരുന്നില്ല. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണമായിരുന്നു അദ്ദേഹത്തെ സ്കൂളിലെത്തിച്ച പ്രധാന ഘടകം. ഉച്ചഭക്ഷണം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് കുഞ്ഞവന് സ്കൂളിലിരിക്കാനും പഠിക്കാനും കഴിഞ്ഞത്. അപ്പോൾ ഉച്ചഭക്ഷണം മാത്രം പ്രതീക്ഷിച്ച് സ്കൂളിലെത്തിയ കുഞ്ഞമ്മൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് ഭയവും ബഹുമാനവും ഉണ്ടായിരുന്ന അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം 3-ാം ക്ലാസ്സിൽ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കില്ല. പകരം കുഞ്ഞാമനെ പാണൻ എന്നാണ് വിളിക്കുക. ബോർഡിൽ കണക്കെഴുതിയിട്ട് പാണം പറയടാ എന്നൊക്കെ പറയും. ഒരു ദിവസം സഹി ഇട്ടിട്ട് കുഞ്ഞാമൻ പറഞ്ഞു, സാറേ എന്നെ ജാതി പേര് വിളിക്കരുത്. കുഞ്ഞാമൻ എന്ന് വിളിച്ചൂടെ എന്നെ എന്ന് ചോദിക്കും. അങ്ങനെ വിളിക്കണമെന്ന് പറയും. എന്താടാ നിന്നെ ജാതി പേര് വിളിച്ചാലെന്ന് ചോദിച്ചുകൊണ്ട് ആ സാറ് ചെകിട്ടത്ത് ആഞ്ഞടിച്ചു കുഞ്ഞമ്മനെ. അയാൾ ആ നാട്ടിലെ പ്രമാണിയാണ്. എവിടെയാടാ പുസ്തകം എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കഞ്ഞി കുടിക്കാനാണ് വന്നത്, പഠിക്കാനല്ല എന്നായി പരിഹാസം. അടിയേറ്റ് വിങ്ങിയ കവളുമായാണ് വീട്ടിലെത്തിയത്. അമ്മയോട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ, നന്നായി വായിച്ച് പഠിക്കുക. അന്ന് ഞാൻ സ്കൂളിലെ കഞ്ഞിക്കുടി നിർത്തി.
ഉച്ചഭക്ഷണം സമയത്ത് ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ പോയിരിക്കും. എന്നെ മർദ്ദിച്ച മാഷ് ഒരു ദിവസം അടുത്തു വന്നിട്ട് പറഞ്ഞു, കുഞ്ഞാമ്മ പോയി കഞ്ഞി കുടിക്ക്. അന്നാണ് അദ്ദേഹം ആദ്യമായി എന്നെ പേര് വിളിക്കുന്നത്. വേണ്ട സാർ, ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ സാർ? പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരുന്നത്. പക്ഷേ ഇനി എനിക്ക് കഞ്ഞി വേണ്ട, എനിക്ക് പഠിക്കണം. ആ അധ്യാപകൻ്റെ മർദ്ദനം ജീവിതത്തിലെ വഴിത്തിരിവായി. അദ്ദേഹം പഠിച്ച് ആരെല്ലാമായി പ്രൊഫസറായി. എത്ര ഉയരങ്ങളിൽ അദ്ദേഹം താണ്ടി. കാരണം കഞ്ഞി കുടിക്കാനല്ല പഠിക്കുന്നതെന്ന തിരിച്ചറിവുണ്ടായി തുടർച്ചയായി വായന തുടങ്ങി. പിന്നെ അങ്ങോട്ട് വിശക്കുമ്പോൾ വായിക്കാൻ തുടങ്ങും. വിശപ്പ് മാറ്റാൻ വേണ്ടി സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയിൽ നിന്ന് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വ്യക്തിയിലേക്കുള്ള വളർച്ചയായിരുന്നു അത്. അപ്പോൾ വിദ്യാഭ്യാസം തൊഴിലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തൻ്റെ സമുദായക്കാർ പണിക്ക് പോയാൽ ദിവസം 7 രൂപ കൂലി കിട്ടും. അന്ന് കോളേജിൽ ചേർന്നാൽ മാസം 7.5 രൂപയാണ് കിട്ടുന്നത്. ജോലിക്ക് പോയാൽ അധികം കിട്ടുന്നതിനാൽ പണിക്ക് വന്നുകൂടെ എന്ന് അദ്ദേഹത്തിൻ്റെ സമുദായക്കാർ അദ്ദേഹത്തോട് ചോദിക്കാറുമുണ്ടായിരുന്നു. വടനക്കുറിശ്ശിയിൽ നിന്ന് SSLC പാസ്സായ ആദ്യത്തെ ദളിതൻ കുഞ്ഞാമനായിരുന്നു. തനിക്ക് കോളേജിൽ പോകാൻ കഴിഞ്ഞത് താൻ കഴുതയെ പോലെ കഠിനാധ്വാനം ചെയ്തിട്ടാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള സാംസ്കാരിക മൂലധനവുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വിവേചനത്തിൻ്റെ ദിനമായ അനുഭവങ്ങളിലൂടെ കടന്ന അദ്ദേഹം പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ അഡ്മിഷൻ നേടി. ആ ദിവസത്തെക്കുറിച്ച് കുഞ്ഞാമൻ ഇപ്രകാരം ഓർക്കുന്നു. കോളേജിലെത്തി വൈകിട്ട് 4:30 വരെ കാത്തുനിന്ന ശേഷമാണ് അഡ്മിഷൻ പ്രിൻസിപ്പലിൻ്റെ മുറിയിലെത്താൻ കഴിഞ്ഞത്. എല്ലാം കഴിഞ്ഞപ്പോൾ 5:30 മണിയായി. അതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഒരുവിധം ഒലവക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ അയൽവാസിയായ കോൺസ്റ്റബിൾ ഉണ്ട്. അദ്ദേഹം അന്ന് വന്നിട്ടില്ല. ഒരു പോലീസുകാരനോട് കാര്യം പറഞ്ഞു. കോളേജിൽ ചേരാൻ വന്നതാണ്, ദിവസം മുഴുവൻ ജലപാനം കഴിച്ചിട്ടില്ല, ഒരു ചായ വാങ്ങിത്തരാമോ? അദ്ദേഹം ചായയും പഴംപൊരിയും വാങ്ങിത്തന്നു. അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും തോന്നി. വിശക്കുന്നവന് മുന്നിൽ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക എന്നാണല്ലോ. വിശക്കുന്നവന് വേറെ ദൈവമില്ല, ഭക്ഷണമാണ് ദൈവം. ദാരിദ്ര്യത്തിൻ്റെയും ജാതി വിഭജനത്തിൻ്റെയും തിക്താനുഭവങ്ങളിൽ നിന്ന് കുഞ്ഞമ്മൻ വിക്ടോറിയ കോളേജിൽ പഠനത്തിനായി ചേർന്നു. അദ്ദേഹം 3rd ഗ്രൂപ്പാണ് എടുത്തത്. കോളേജിൽ ചേർന്ന ശേഷം നാട്ടിലെത്തി വീടിനടുത്തുള്ള ചായക്കടയിൽ ചെന്നപ്പോൾ കോളേജിൽ നിന്ന് കണ്ട് അല്ലേ എന്ന് ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും കൂടി ചിരിച്ചു. കാണുക മാത്രമല്ല അതിനകത്ത് എന്താണെന്ന് അറിയാനും ശ്രമിക്കുന്നുണ്ടെന്ന് കുഞ്ഞമ്മൻ മറുപടിയും കൂടെ പറഞ്ഞു കൊടുത്തു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ധാരാളം വായിച്ചിരുന്നു. 2 കാര്യങ്ങളിലായിരുന്നു വായനയുടെ ഊന്നൽ. ഒന്ന്, അടിച്ചമർത്തപ്പെടുന്ന സാമൂഹിക അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക. കുഞ്ഞാമൻ അതൊരു വിശ്വാസം കൂടിയായിരുന്നു. പിന്നെ ചുറ്റുപാടുകളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള ഒരു തരം അന്വേഷണത്തിൻ്റെ ഭാഗമായി വായിക്കുക. റസലിൻ്റെ യുക്തിചിന്തകളാണ് അദ്ദേഹം ഏറെ സ്വാധീനിച്ചത്. നാട്ടുകാർ ദാനം നൽകിയ മുണ്ടും ഷർട്ടുമാണ് അദ്ദേഹത്തിന് കോളേജ് പഠനകാലത്ത് ധരിക്കാനുണ്ടായിരുന്നത്. മാത്യു എന്ന സഹപാഠിയാണ് സമ്മാനിച്ച 2 ഷർട്ടിനെ കുറിച്ച് കുഞ്ഞമ്മൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞമ്മനെ സംബന്ധിച്ച് കോളേജ് മറ്റൊരു ലോകമായിരുന്നു. അതിനെ കുറിക്കാൻ ഒരു പാരടൈം ഷിഫ്റ്റ് എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. കഴിവുണ്ടാകണം, പഠിക്കണമെന്ന തോന്നൽ കുഞ്ഞമ്മനെ മുന്നോട്ട് നയിച്ചു. കൺസ്ട്രക്ഷൻ പേരിലുള്ള കളിയാക്കലുകളൊക്കെ ക്ലാസ്സിൽ വലിയ ജാതീയ പ്രശ്നമുണ്ട്. എന്നാൽ വലിയ ജാതീയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കുഞ്ഞമ്മൻ എഴുതുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകാൻ പണമില്ലാത്തതിനാൽ അദ്ദേഹം ഹോസ്റ്റലിൽ തന്നെ തുടർന്നു. വാശിയോടെ പഠിച്ച് ഡിഗ്രിക്ക് ക്ലാസ്സോടെ പാസ്സായി അദ്ദേഹം റാങ്ക് നേടി. വിവരം അറിഞ്ഞ നാട്ടുകാർ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിന് പകരം അവഗണിക്കാനും നിരുത്സാഹപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. ഇതാണ് അവസ്ഥ. താഴ്ന്ന ജാതിപ്പെട്ടവന് റാങ്ക് വാങ്ങിച്ചാലും ഒരു വിലയില്ല. അതിന് പിന്നിലുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജാതിയായിരുന്നു. ഡിഗ്രി ഫലം അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പാസ്സായോ എന്നല്ല, അത് ഏത് സബ്ജക്റ്റാണ് പോയതെന്നായിരുന്നു ജന്മിയുടെ മകളായ അധ്യാപിക ആദ്യം ചോദിച്ചത്. കാരണം അവർക്ക് മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ, ദളിതന് വിജയിക്കാൻ പാടില്ലല്ലോ. ജന്മിയുടെ കുടുംബത്തിന് കുഞ്ഞാമൻ കോളേജിൽ പോകുന്നത് ഇഷ്ടമായിരുന്നില്ല. അതെങ്ങനെ ഇഷ്ടപ്പെടും? അറിവിലൂടെ നേടുന്ന അധികാരം കീഴാളതയെ ഇല്ലാതാക്കുമെന്ന്, അതുവഴി ജന്മിത്വത്തിൻ്റെ വേരുകൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവർക്ക് അറിയാമായിരുന്നു. അറിവിൽ നിന്ന് ദളിതരെ അകറ്റി നിർത്തുന്നതിലൂടെ ജന്മിത്വം അതിൻ്റെ അധികാരം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞാമൻ വിദ്യാഭ്യാസത്തിലൂടെ അതുവരെ തനിക്കില്ലാതിരുന്ന സാംസ്കാരിക മൂലധനത്തെ കൈവരിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹരിജൻ ചെക്കനില്ലേ ഇവിടെ?
ആരെങ്കിലും വന്നാൽ എന്നെ അന്വേഷിച്ചിരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു ഹരിജൻ കുട്ടിയല്ലേ ഇവിടെ എന്നായി. അതിതാ എനിക്ക് ഇഷ്ടമായി. ഹരിജൻ ചെക്കൻ എന്ന അവഗണനയുടെ സ്വരത്തിൽ നിന്ന് ഹരിജൻ കുട്ടി എന്ന പരിഗണനയുടെ സ്വരത്തിലേക്ക് അധികാരത്തിൻ്റെ ഭാഷ പരുവപ്പെടുന്നതായിരുന്നു കുഞ്ഞാമ്മൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു എം ഗോവിന്ദൻ. കേരള ഹരിജൻ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്നൊരു സംഘടന അദ്ദേഹം ഉണ്ടാക്കി. ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി പുറത്തുനിന്ന് നിരവധി പേർ വരികയും ഏറെ റാഡിക്കലായിട്ടല്ലെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവരൊക്കെ സംസാരിക്കുകയും ചെയ്തതായി കുഞ്ഞാമ്മൻ ഓർക്കുന്നു. തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ സൃഷ്ടിക്കാൻ ഗോവിന്ദന് കഴിഞ്ഞു എന്ന് കുഞ്ഞാമ്മൻ എഴുതുന്നു. അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും അസംഘടിതമായ ജനതയുടെ തലമുറ എന്ന നിലയിൽ ഗോവിന്ദ ദളിത് വിദ്യാർത്ഥികൾക്കൊരു ആശ്വാസമായിരുന്നു. തങ്ങളുടേതെന്ന് പറയാൻ ഒരു ശബ്ദമുണ്ടെന്ന തോന്നൽ അവരുടെ ആത്മവിശ്വാസത്തെ ഉയർത്തിയിരുന്നു എന്ന് സ്ഥാനം. അതുപോലെ സാഹിത്യ അഭിരുചിയും കലാപ്രവർത്തനവും. എൻ കുഞ്ഞാമ്മൻ BA പഠിക്കുമ്പോൾ കഥകളും ലേഖനങ്ങളും എഴുതിയിരുന്നു. അന്ന് അദ്ദേഹം ജാതീയതയെ മുൻനിർത്തി 2 സീനുള്ള നാടകം എഴുതി കോളേജിൽ അവതരിപ്പിച്ചു. അത് ശ്രദ്ധിക്കപ്പെട്ടു. ജനകീയ സാംസ്കാരിക പ്രവർത്തകരും മറ്റും അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു. തങ്ങളെയൊന്നും സംരക്ഷിക്കാൻ താരുമില്ലല്ലോ എന്ന തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയമുണ്ടാക്കി. കുറച്ചിടങ്ങളിൽ അവതരിപ്പിച്ച ശേഷം അദ്ദേഹം തന്നെ ആ നാടകം നശിപ്പിച്ചു കളഞ്ഞതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികാരത്തെ ചോദ്യം ചെയ്യാറുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന് കലയാണ്. സത്യം. കേരള നവോത്ഥാനത്തെ സംബന്ധിച്ച് കലാജാഥകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നാടകങ്ങൾ ജനങ്ങളുടെ സംഘടിപ്പിക്കാൻ ശബ്ദമുയർത്താനുമുള്ള മാർഗമായി നവോത്ഥാന നായകന്മാർ നാടകങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അതുപോലെ ഒരു നാടകം രചിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ആ നാടകം കത്തിച്ച് കളയേണ്ടി വന്നത്. ഇഷ്ടം. ഇനി പ്രഥമ സ്ഥാനവും ദാരിദ്ര്യവും. കുഞ്ഞാമനെ കോളേജിൽ ഒന്നാമനായിരുന്നുവെങ്കിലും ദാരിദ്ര്യമായിരുന്നു സഹപാഠി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കോളേജിന് പുറത്ത് വന്നിട്ടാണ് ചെരുപ്പിടാൻ തുടങ്ങിയത്. കോളേജിലെ ഒരു പെൺകുട്ടി അദ്ദേഹത്തെ ബഗർ എന്ന് വിളിച്ച് സന്ദർഭത്തെക്കുറിച്ചും കുഞ്ഞാമൻ എഴുതിയിട്ടുണ്ട്. കുഞ്ഞാമൻ ആ ഒരു അവസ്ഥയൊക്കെ അല്ലേ, വല്ലാത്തൊരവസ്ഥ തന്നെ അതൊക്കെ. കുഞ്ഞാമൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ 1ാം റാങ്ക് നേടിയാണ് MA പഠനം പൂർത്തിയാക്കിയത്. KR നാരായണന് ശേഷം ആദ്യമായി 1ാം റാങ്ക് നേടിയ ദളിത് വിദ്യാർത്ഥിയായിരുന്നു കുഞ്ഞാമൻ. അദ്ദേഹത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ കുഞ്ഞാമൻ തൻ്റെ LP സ്കൂൾ അധ്യാപികയുടെ മകളിന് ട്യൂഷൻ എടുത്തിരുന്നു. അവർ നൽകിയ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാലയിൽ പോയി റാങ്കിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നതും തനിക്ക് റാങ്ക് കിട്ടിയ വാർത്ത അദ്ദേഹം അറിയുന്നതും. അവിടെ വെച്ച് MAക്ക് കൂടെ പഠിച്ച ഒരാളെ അദ്ദേഹം കണ്ടുമുട്ടുകയുണ്ടായി. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലെത്തിയിരുന്ന അയാൾ വലിയ സാമ്പത്തിക നിലയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാണ് കുഞ്ഞാമൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ സഹപാഠിയുടെ വീട്ടിലെ സാഹചര്യം കണ്ട് മനസ്സിലാക്കിയതോടെ അദ്ദേഹത്തിന് ദാരിദ്ര്യത്തെ മുൻനിർത്തി നിലനിന്നിരുന്ന ചില ധാരണകൾ തിരുത്തപ്പെടുകയുണ്ടായി. സമ്പന്നനായി പ്രത്യക്ഷപ്പെട്ടിരുന്ന അവനുണ്ടായിരുന്നത് 2 സെൻറ്റിൽ ഒരു സെറ്റപ്പുര. അവിടെ ഉമ്മയും അനിയന്മാരും അനിയത്തിമാരും രാത്രി കിടക്കുമ്പോൾ അവർ പറഞ്ഞു, എടാ ഞാൻ അന്ന് കോളേജിൽ ധരിച്ചു വന്ന വേഷമല്ല, കടം വാങ്ങിയതാണ്. കടം കിട്ടണമെങ്കിൽ നല്ല വേഷത്തിൽ വരണം. നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളിൽ നിന്ന് ഭിന്നമായ ഒരു മനോഭാവത്തോടെ മുന്നിൽ നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ ക്യാരക്ടർ കുഞ്ഞമ്മനെ സ്വാധീനിച്ചതായും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റാങ്ക് കിട്ടിയ അനുഭവത്തെക്കുറിച്ച് കുഞ്ഞമ്മൻ ഇപ്രകാരം എഴുതുന്നു. എൻ്റെ സമുദായക്കാർക്ക് റാങ്ക് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. റാങ്ക് കിട്ടിയപ്പോൾ എന്നെ അനുമോദിക്കാൻ പാലക്കാട്ട് വലിയൊരു സമ്മേളനം നടന്നു. മന്ത്രി MN ഗോവിന്ദൻ നായരും TK ദിവാകരനും വന്ന് അന്ന് കിട്ടിയ സ്വർണ്ണ മെഡൽ പാലക്കാട്ട് നിന്ന് വാടനം കൃഷിയിലെത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ പണയം വെച്ചു. 10 ദിവസം കഴിഞ്ഞ് നിൽക്കുകയും ചെയ്തു. വിൽക്കുകയും ചെയ്തു. വിറ്റാലേ ജീവിക്കാൻ പറ്റൂ. വിശപ്പല്ലേ പ്രശ്നം. വീട്ടിൽ കൊടും പട്ടിണിയായിരുന്നു. അതുകൊണ്ട് റാങ്ക് വലിയൊരു കാര്യമായി അനുഭവപ്പെട്ടില്ല. സാമ്പത്തിക പ്രശ്നങ്ങളും അവഗണനയും ചൂഷണവും മാത്രം അനുഭവിക്കേണ്ടി വന്ന ഒരു ജനതയുടെ പ്രതിനിധിയാണ് താനെന്ന് കുഞ്ഞാമൻ വ്യക്തമാക്കുന്നുണ്ട് എതിരിൽ കൂടി. വർഷങ്ങളോളം ഷോക്കേസിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒന്നായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അന്നത്തെ ജീവ സാഹചര്യത്തിൽ സ്വർണ്ണ മെഡൽ. വിശപ്പ് വലിയൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയുന്നതിനൊപ്പം വിശപ്പിന് പിന്നിലെ കാരണങ്ങളെ അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങി. റാങ്കിനെ കുറിച്ച് പറയാൻ ചെന്നപ്പോൾ സഹോദരിയെ പോലെ അമ്മയെ പോലെ സ്നേഹിച്ചിരുന്ന വീട്ടിനടുത്തുള്ള ഉയർന്ന ജാതിക്കാരി കഞ്ഞി തരാ എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, കഞ്ഞി വേണ്ട, വിശപ്പില്ല. 1ാം റാങ്ക് കിട്ടിയതിൽ അഭിമാനം തോന്നിയില്ല. കാരണം വയറ് വിശക്കുന്നവന് അഭിമാനമില്ല, ദരിദ്രർക്ക് അഭിമാനമില്ല. ഉണ്ടെങ്കിൽ തന്നെ ദുരഭിമാനമാണ്. ഭക്ഷണം കഴിച്ചാലേ അഭിമാനം വരൂ. അപ്പോൾ കുഞ്ഞമ്മൻ പറയുന്നുണ്ട്, ഹെഗൽ 1820 എഴുതിയ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന കൃതിയിൽ
പറയുന്നുണ്ട്, സമ്പത്തുള്ളവനെ സ്വാതന്ത്ര്യമുള്ളൂ, എനിക്കൊരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന സത്യം. പിന്നെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തലച്ചോറല്ല ശരീരത്തിൻ്റെ പ്രധാന അവയവം വയറാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാത്തവനും അഭിമാനം എന്നില്ല എന്നുള്ളതാണ്. എതിരെന്ന വാക്കിന് നിഷേധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും അർത്ഥ പരിസരങ്ങളാണ് അവകാശപ്പെടാനുള്ളത്. അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വീര്യത്തെ എതിരെന്ന പ്രയോഗത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. സാഹചര്യങ്ങൾ ഒന്നടങ്കം എതിരായി നിന്നിട്ടും തോറ്റു പിന്മാറാതെ മുന്നോട്ട് പോയ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന തലക്കെട്ടാണ് എതിരെന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. ജാതിയിലൂടെ നിർണ്ണയിക്കപ്പെടുന്ന അധികാര ബന്ധങ്ങളെ എതിരെന്ന കൃതി പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. ഇന്ന് ദളിത് വിഭാഗം ഉയർത്തുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ഉയർത്തിയ ചോദ്യങ്ങളല്ല അവർ ഇന്ന് ഉന്നയിക്കുന്നത്. മനുഷ്യരായി അംഗീകരിക്കാൻ വഴി നടക്കാൻ, അമ്പലത്തിൽ പോകാൻ തുടങ്ങിയ മനുഷ്യാവകാശ തലത്തിൽ നിന്ന് തുല്യതയ്ക്ക് വേണ്ടിയുള്ള തലത്തിലേക്ക് വികസിച്ചിരിക്കുന്നു അവരുടെ ചോദ്യങ്ങൾ. പ്രതികൂല സാഹചര്യങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഭയാണ് കുഞ്ഞാമൻ. ഒറ്റ കുഴിയിൽ നിന്നും കഞ്ഞി വാരി കുടിച്ചപ്പോൾ കടിച്ച നായയെക്കുറിച്ച് സ്നേഹത്തോടെ ഓർത്തൊരു മനസ്സായിരുന്നു കുഞ്ഞാമൻ്റേത്. ജാതിപ്പേര് വിളിക്കരുതെന്ന് സ്വന്തം പേര് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അധ്യാപകൻ്റെ കൈ കുഞ്ഞാമൻ്റെ ചെകിട്ടത്ത് വീഴുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ തന്നെയല്ലേ എന്ന് നമുക്ക് അതിശയം തോന്നാം. പുസ്തകവും കുപ്പായവും കൂടാതെ കഞ്ഞിയോ ഉപ്പുമാവോ കഴിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയിരുന്ന ഒരു ബാല്യം കുഞ്ഞാമനുണ്ടായിരുന്നു. ഇതുപോലെ എത്രയോ കുട്ടികളുണ്ടായിരിക്കും. ഓർമ്മക്കുറിപ്പുകളുടെ ആദ്യ ഭാഗം തൻ്റെ ജീവിത വീക്ഷണം രൂപപ്പെട്ട ഗ്രാമഘടനയായിരുന്നു. പൊതുസ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ, പുസ്തകങ്ങൾ എന്നിവയെക്കുറിച്ചാണെങ്കിലും പിന്നീട് ഇന്ത്യൻ സമൂഹത്തെയും അതിനുള്ളിലെ ആന്തരിക വൈരുദ്ധ്യങ്ങളെയും വിശകലനം ചെയ്യുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. ചരിത്രം, തത്വചിന്ത, സാമൂഹ്യശാസ്ത്രം, സമ്പദ്ശാസ്ത്രം, രാഷ്ട്രീയ ചിന്ത തുടങ്ങിയ വിപുലമായ മേഖലകളിൽ വായനാനുഭവവും പ്രായോഗിക ബോധ്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തൻ്റെ വീക്ഷണങ്ങൾ എം കുഞ്ഞാമൻ അവതരിപ്പിക്കുന്നത്. വളരെ ഈ നമ്മുടെ മലയാള സാഹിത്യത്തിലെ മാതൃക എന്ന് പറയുന്ന ഈ മലയാള സാഹിത്യത്തിലെ മാതൃക എന്ന പുസ്തകത്തിലെ ഏറ്റവും നമ്മളെ കരളലിയിപ്പിക്കുന്ന വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നൊരു പാഠമാണ് ഈ കുഞ്ഞാമൻ്റെ എതിര്. അതിൻ്റെ റീക്യാപ്പ് നോക്കാം. ദളിത് സ്വത്വനിർമ്മിതിയുടെ രാഷ്ട്രീയം. എതിര് എം കുഞ്ഞാമൻ്റെ അനുഭവാഖ്യാനങ്ങളാണ്. സാമൂഹ്യവും ചരിത്രവുമായ സവിശേഷ സന്ദർഭങ്ങളിൽ ജാതീയതവും അതുപോലെ അടിമ മനോഭാവത്തിൽ നിന്ന് അഭിമാനബോധത്തിലേക്ക് ഇരുട്ട് നിറഞ്ഞ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ. വിശപ്പായിരുന്നു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞിരുന്നു. ജാതി നിർമ്മിതമായ സാമൂഹിക അവസ്ഥയായിരുന്നു. വിശപ്പിൻ്റെ അടിസ്ഥാന കാരണം വിഭവങ്ങളുടെ അഭാവമായിരുന്നു. ഭക്ഷണത്തിനായി സ്കൂളിലേക്ക് പോയ കാലം. എന്നെ ജാതി പേര് വിളിക്കരുതെന്ന് പറഞ്ഞ സന്ദർഭം. കഞ്ഞി കുടിക്കാനല്ല പഠിക്കുന്നതിനെ ഇന്ന് തിരിച്ചറിവുണ്ടാക്കിയ അവസരം. KR നാരായണന് ശേഷം ആദ്യമേ 1-ാം റാങ്ക് നേടിയ ദളിത് വിദ്യാർത്ഥിയായ കുഞ്ഞാമൻ. ദാരിദ്ര്യവും അതിജീവനവും സ്വർണ്ണ മെഡൽ വിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളും, ഭക്ഷണം കഴിച്ചാൽ അഭിമാനം വരുമെന്ന ചിന്ത വന്ന സാഹചര്യങ്ങൾ, സമ്പത്തുള്ളവനെ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് ചിന്തിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. 1. എതിര് ആരുടെ കൃതിയാണ്? എം കുഞ്ഞാമൻ്റെ കൃതിയാണ്. എതിരെന്ന കൃതിയുടെ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ K കണ്ണനാണ്. 3. എന്നെ പാണനെന്ന് വിളിക്കരുതെന്നത് ഏത് കൃതിയിൽ നിന്നുള്ള അധ്യായമാണെന്ന് ചോദിച്ചാൽ അത് എതിരെന്ന കൃതിയിലുള്ള അധ്യായമാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ അവസ്ഥയിലുണ്ടായിരുന്ന മറ്റൊരു ജീവി എന്ന അനുതാപം മാത്രം കുഞ്ഞാമൻ്റെ ഈ പരാമർശം ആരെക്കുറിച്ചാണ്? ഒരു പട്ടിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞാമൻ്റെ സമുദായത്തിൻ്റെ പ്രധാന തൊഴിൽ എന്തായിരുന്നു ചോദിച്ചാൽ അത് ഓലക്കുട ഉണ്ടാക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ. അതുപോലെ 6ാമത്തെ ക്വസ്റ്റ്യൻ, പുസ്തകവും സ്റ്റേറ്റുമില്ലാതെ ഞാൻ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനല്ല. എന്തിനായിരുന്നു കുഞ്ഞാമൻ സ്കൂളിൽ പോയി തുടങ്ങിയത്? അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു പോയി തുടങ്ങിയത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ ഉപ്പുമാവ് തിന്ന് പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത്. ആരുടെ വാക്കുകളാണ് ഇതെന്നാണ്. അത് ലക്ഷ്മി ഏട്ടത്തിയുടെ വാക്കുകളാണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, സാർ എന്നെ ജാതിപ്പേര് വിളിക്കരുത്. ആരുടെ വാക്കുകളാണ്? അത് എം കുഞ്ഞാമൻ തന്നെ അദ്ദേഹത്തിൻ്റെ അധ്യാപകനോട് പറയുന്നതാണ്. അതുപോലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, എത്ര സീനുള്ള നാടകമാണ് കുഞ്ഞാമൻ രചിച്ചത്? 2 സീനുള്ള നാടകമാണ് കുഞ്ഞാമൻ രചിച്ചത്. അതുപോലെ 10ാമത്തെ ക്വസ്റ്റ്യൻ, എന്തായാലും നാടകത്തിൻ്റെ പ്രമേയം എന്ന് വെച്ചാൽ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയായിരുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞാമനെ ദാറ്റ് ബഗർ എന്ന് വിളിച്ചതാര്? കോളേജിലെ പെൺകുട്ടിയാണ്.
അതുപോലെ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷണം കഴിച്ചാലേ അഭിമാനം വരൂ എന്ന് ഗസലിൻ്റെ ഏത് കൃതിയിലാണ് പറയുന്നത്? ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന കൃതിയിലാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചാലേ അഭിമാനം വരൂ എന്ന് ഗസലിൻ്റെ കൃതിയിൽ പറയുന്നുണ്ട്. ഇത് കുഞ്ഞാമാൻ എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം അനുഭവിച്ച ഒരു കുഞ്ഞാമാൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്.